അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട എന്റെ ഹബീബികളെ, എന്റെ പുറകിൽ കാണുന്ന ഈ വീട് 6 ഏക്കർ സെന്റ് ഫ്രഷ് വീട്, 1400 സ്ക്വയർ ഫീറ്റ്, കിടിലൻ വീട് കേട്ടോ. പ്രിയപ്പെട്ട ഹബീബികൾ, ആദ്യം തന്നെ വില പറയുകയാണ്. കാരണം അർജന്റ് സെയിലാണ്, ഓഫറാണ് കേട്ടോ. വെറും 28 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വീട് കിട്ടാൻ പോകുന്നത്. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ചാവിയുടെ കൈത്തരാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് കാണാം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി റോഡ്, ആനമങ്ങാട് ടൗണ്, പള്ളിയുണ്ട്, മദ്രസുണ്ട്, സ്കൂളുണ്ട്, അംഗനവാടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ അങ്ങാടിയിൽ നിന്ന് 700-750 മീറ്റർ മാത്രമാണ് ഇന്ന് നമ്മൾ കാണാനുള്ള വീടിൻ്റെ ദൂരം. ഇത് കണ്ടില്ലേ, ചെർപ്പശ്ശേരിക്കുള്ള റോഡാണ്. ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങനെ വരുന്നത് പെരിന്തൽമണ്ണ എന്നുള്ള റോഡാണ്. ഈ റോഡിൽ നിന്നാണ് 700-750 മീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇത് ആനമങ്ങാട് നിന്ന് വരുന്ന റോഡാണ്, ആ ടാറിങ് റോഡ്. നാലുപുറം വീടുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലമ്പുഴ കോട്ട മൈതാനം, പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ പോലെയുള്ള നല്ല സ്ഥലം കണ്ടില്ലേ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. കിടിലൻ വീടുകൾ, ഫ്രഷ് വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ എൻഡ് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് നമ്മുടെ സ്ഥലം. ഇതാ കാണുന്ന ഹബീബിങ്ങളെ, എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട്. ഇതിന്റെ ഓരോ അതിരും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. 1400 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീടാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, 4 സൈഡ് ഒന്ന് കാണിൻ. ആ 4 സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്ക്. എവിടെയാണ് ഫ്രഷ് വീട് ഇത്രയും റേറ്റ് കമ്മിയായിട്ട് നിങ്ങൾക്ക് കിട്ടുക? ബിസ്മി ചാനലിലല്ലാതെ എവിടെങ്കിലും കിട്ടുമോ? അപ്പൊ പുതിയ വീട് 6 ഏക്കർ സെന്റ് സ്ഥലത്താണ്. ഇതിന്റെ ഈ ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് ആ ഭാഗത്ത് കൂടെ വാ, എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്ക്. കണ്ടോ, നല്ല വീട്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, ഇത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലാണ്. പെരിന്തൽമണ്ണ താലൂക്കിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ആനമങ്ങാട് സെന്ററിൽ നിന്ന് 750 മീറ്റർ മാത്രമാണ് ദൂരം. 2 ഭാഗത്തേക്ക് വാഹനത്തിന് വരാനുള്ള സൗകര്യമുണ്ട്. റോഡുകളുണ്ട്, നിറയെ വീടുകൾ. ആ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. പ്രിയപ്പെട്ട ഹബീബികളെ, നിങ്ങൾ കാണണം, ഇതിന്റെ തൊട്ടടുത്ത് കയറുന്ന വീടുകൾ കാണണം. എല്ലാം നല്ല നല്ല ഫ്രഷ് വീടുകൾ. പ്രിയപ്പെട്ട ഹബീബികളെ, മലപ്പുറം ജില്ലയിൽ ഇത്രയും വില കമ്മിയായിട്ടൊരു വീട്, ഫ്രഷ് വീട് നിങ്ങൾക്ക് എവിടെ കിട്ടും? 6 ഏക്കർ സെന്റ് സ്ഥലമുണ്ട്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇതോ, ഇതാണ് ഇവിടെ പൂച്ചട്ടി വെക്കാനുള്ള സംവിധാനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല അടിച്ചാപ്പൊളി ജനല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, സിറ്റ് ഔട്ടാണിത്. അത്യാവശ്യം വിശാലമായ സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതാ ജനലുകള്, അതുപോലെ തന്നെ ഇനി നല്ല ഫ്രഷ് സ്വിച്ചുകളൊക്കെ വെച്ച് തരും. വയറിംഗ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തരിക, എല്ലാ വർക്കും കഴിഞ്ഞിട്ട്. ഡോറാണെങ്കിലോ നല്ലൊരു ഡോറ്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം, ഇതാ നല്ലൊരു സിറ്റിംഗ് ഹാള്. ഒരല്പം വർക്ക് ബാക്കിയുണ്ട്, അതിന്റെ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാവിയാണ് കൈ തരാൻ പോകുന്നത്. എല്ലാ വർക്കും കഴിഞ്ഞിട്ട് അപ്പൊ സിറ്റിംഗ് ഹാള് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൈനിങ് ഹാളാണ്. അതും അത്യാവശ്യം നല്ല വിശാലമായതാണ്. കാരണം മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. വർക്കിന്റെ പെയിന്റിങ് ഇതേ പെയിന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി വേറെ പെയിന്റ് അടിച്ചു തരൊന്നുമില്ല. ഈ പെയിന്റിലാണ് നമ്മുടെ കച്ചവടം. ഇതൊരു ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം. പ്രിയപ്പെട്ട ഹബീബികളെ, നല്ല വിശാലമായ വലിയ റൂമാണ്. ഇതിന്റെ പ്ലംബിങ് വയറിങ് എല്ലാം കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക. വെറും 28 ലക്ഷം രൂപയ്ക്ക് താഴെ. ഒരു 10-25 ഉറുപ്പ്യൊക്കെ നമുക്ക് കമ്മിയാക്കാം, അതിന് കൂടുതൽ കമ്മിയാവില്ല. കണ്ടില്ലേ, ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വാഷ് സ്പേസ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ അതിരിക്കുക. മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂം. അതിന്റെ പുറമെ നമുക്ക് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു ബെഡ്റൂം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വെളിച്ചം കുറവുണ്ടാവും കേട്ടോ. അപ്പൊ 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മോള്, അതിൽ 2 എണ്ണം അറ്റാച്ച്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്.
ഇതാണ് ലേഡീസിനുള്ള കിച്ചൺ. കണ്ടോ, ഇവിടെയൊക്കെ വർക്ക് ഫുള്ളായിട്ടാണ് നിങ്ങൾക്ക് തരിക കേട്ടോ. എല്ലാം കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക. ഇതിൽ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ കടക്കുന്നത് പുറത്തേക്കാണ് ഇങ്ങനെ എൻട്രൻസ് ഇട്ടിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു 2 മീറ്റർ വീതിയിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ സ്പേസ് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കണ്ടോ, നല്ല ടൈൽസ് ഒക്കെ ഇട്ട് എല്ലാ ഭാഗത്തും ഉണ്ട്. ആ കോണിന്റെ ഭാഗം മാത്രമാണ് നമുക്ക് ഇനി വർക്ക് ബാക്കിയുള്ളത്. ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ മുകളിലൊരു ഹാളാണ്. കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഫ്രഷ് വീട്, ഫ്രഷ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് നമ്മൾ വീട് തരാൻ പോകുന്നത്. കണ്ടോ, എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ്. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് പറയുന്നത്. വെറും 28 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം. കണ്ടില്ലേ? അപ്പോൾ ഒരു ബെഡ്റൂം നിങ്ങൾ കാണൽ കഴിഞ്ഞു. ഇനി അടുത്ത് രണ്ടാമത്തെ ഒരു ബെഡ്റൂം. ഇതിൽ മൊത്തം 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ 2 എണ്ണം അറ്റാച്ച്, ഒന്ന് താഴെ കോമൺ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇവിടെ നമുക്ക് ഒരു ചെറിയ ഓപ്പൺ ടെറസ് ഈ ഭാഗത്തുണ്ട്. അന്ന് കാണിച്ചു കൊടുത്താൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരം സമയത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ടെറസ് ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കണ്ടോ, എന്താണ് പച്ച പൂങ്കാവനം. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബികളെ, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. സന്ധ്യാസമയങ്ങളിൽ ഇവിടെ ഇരുന്ന് ടേബിളിലിരുന്ന് ചായ കാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കുളിർമയുള്ള കാറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാൽക്കണിയാണ് മുകളിൽ കാണാനുള്ളത്. ഈ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും നമ്മൾ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ്. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ മലയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. കണ്ടില്ലേ, നല്ല പച്ചപ്പുള്ള സ്ഥലം, നല്ല വ്യൂ ഉള്ള സ്ഥലം. ആലുപുറം ഫ്രഷ് വീടുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നോക്കണം, ആനമങ്ങാട് സെന്ററിൽ നിന്ന് നമുക്ക് 700-750 മീറ്റർ മാത്രമാണ് ദൂരം. ഇതിന്റെ തൊട്ടടുത്തൊരു വീട് കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഹബീബിങ്ങളെ, എല്ലാ വീടുകൾ നിറയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1400 സ്ക്വയർ ഫീറ്റ് വീടാണിത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എല്ലാ ഭാഗവും കാണൽ കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു അല്ലേ. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കാണ്. പെരിന്തൽമണ്ണ നിന്ന് ചെർപ്പളശ്ശേരിക്ക് പോകുമ്പോൾ ആനമങ്ങാട് സെന്റർ, ആ സെന്ററിൽ നിന്ന് 750 മീറ്റർ ദൂരം. ഈ ആനമങ്ങാട് സെന്ററിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പള്ളി, മദ്രസ, സ്കൂൾ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. ഒന്നിനും പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. മാത്രമല്ല നമുക്ക് പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഒരു 7 കിലോമീറ്ററാണ് ദൂരം വിടുന്നത്. അപ്പൊ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. വീടാണെങ്കിൽ പുതിയൊരു വീട്, എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് തരിക. അല്ലാതെ ഇങ്ങനെയല്ല. ഇതിന്റെ A to Z വരെയുള്ള വർക്കുകൾ കഴിച്ചിട്ട് ചാവിയായിട്ട് കൈമാറുകയാണ്. ഇത് ഓഫർ വിലയാണ്, 28 ലക്ഷം രൂപയ്ക്ക് താഴെ പറഞ്ഞത്. കാരണം 35 ലക്ഷം രൂപയ്ക്കുള്ള മുതലുണ്ട്. നിങ്ങൾ കണക്കൂട്ട് 1400 സ്ക്വയർ ഫീറ്റ് കട്ടണമെങ്കിൽ എത്ര വരും, ഇവിടെ സ്ഥലത്തിന് എന്ത് വില ഉണ്ടാവും എന്നൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങാം. കാരണം ഒന്നിനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ ഒരു മണ്ണാന പണിക്ക് വെക്കുകയാണെങ്കിലും, തേപ്പുകാരനാണെങ്കിലും, അത് ആശാരിപ്പണിക്കാരനാണെങ്കിലും എന്താണെങ്കിലും അവരുടെ കൂലി എത്രയാണ്. അവർ കൂലി കൊടുത്താൽ മാത്രം പോലെ നമ്മളും അതിന്റെ കൂട്ടത്തിൽ നിൽക്കണം. തറ ചവിട്ടി കൂട്ടുന്നത് മുതൽ നമ്മൾ വീടിന്റെ പണി കഴിയോളം ജോലിക്കാരുടെ കൂടെ വേണം. അതിനപ്പുറം നമുക്ക് സമയമില്ലാത്ത അഭിപ്രായങ്ങളുണ്ടാവും, ജോലിക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അനുയോജ്യമായതാണ്. മാത്രമല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്തൊരു വീട് കയറിക്കൊണ്ടിരിക്കുന്നു, അയൽവാസികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പാലക്കാട് കോട്ട മൈതാനം പോലെയുള്ള ഒരു സ്ഥലമാണ്. നല്ല നിരപ്പായ സ്ഥലമാണ്. നല്ല ഫ്രഷ് വീടുകളാണ് ഈ ഭാഗത്തൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഊട്ടിയിലൊക്കെ പോയ മാതിരി, കൊടൈക്കനാലിൽ പോയ മാതിരി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, യൂട്യൂബ് ചാനൽ കാണുന്നവര്, പുതിയതായിട്ട് കാണുന്ന ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തോളി, ഒന്ന് സബ്സ്ക്രൈബർ ആയിക്കോളി. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തിനോ, നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ ഇങ്ങനെ വീട് ആവശ്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതാർക്കാണ് ആവശ്യക്കാരെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാനൽ ഇടുന്നത്. മാത്രമല്ല ഫേസ്ബുക്ക് ഉണ്ട്, സൈദൽ ബി ചെർപ്പളശ്ശേരി എന്നുള്ള ഫേസ്ബുക്ക് ID ഉണ്ട്. അതിലും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് റേറ്റ് കേട്ടോ. പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് റേറ്റ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.